വളരെ പെട്ടെന്ന് നമ്മൾ ഇലക്ഷനിലേക്ക് വന്നതുകൊണ്ട് ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇലക്ഷൻ സംബന്ധിച്ച് പറയുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ ഒരു കമ്മ്യൂണിക്കേഷൻ പരാജയം സംഭവിച്ചിട്ടില്ല. കാരണം ഇപ്പോഴത്തെ സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഒന്ന് എടുക്കുക, ഇദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കാണാൻ തന്നെ വരുന്ന ആളുകളുടെ യൂട്യൂബിലൊക്കെ കണ്ടാൽ മനസ്സിലാവും, കൺകറൻറ്റ് വ്യൂസ് എന്ന് പറയുന്നത് തന്നെ ലക്ഷങ്ങളിലേക്ക് പോകും. അത്രയധികം ആളുകൾ താല്പര്യത്തോടാണ് കേൾക്കുന്നത്. പൊതുവേ അദ്ദേഹത്തിൻ്റെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് അത് ഈ മന്ത്രിസഭയ്ക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങൾക്കും ആകെ ഒരാഴ്ചയുടെ ആയുസേ ഉള്ളൂ, അടുത്ത ബുധനാഴ്ച വന്ന് മുഖ്യമന്ത്രി എക്സ്പ്ലെയിൻ ചെയ്യും, തീരും. അത് വളരെ കൺവിൻസിങ് ആയിട്ടാണ് അദ്ദേഹം അത് ഇപ്പം അങ്ങനെ ഇല്ലയെന്ന് തോന്നുന്നു. ഇപ്പോൾ എല്ലാം അതിവേഗതയിൽ തുറന്നു. ഇപ്പോൾ ഏതോ ചാനലിൽ നിന്ന് ട്രൂത്തോ മീറ്റർ തന്നെ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ട്രൂത്ത് എത്രയുണ്ടെന്ന് അളക്കാൻ വേണ്ടിയുള്ള മീറ്റർ എന്ന് വെച്ചാൽ ഇപ്പോൾ കൗതുകം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ മുഖ്യമന്ത്രിമാരുടെ പത്രസമ്മേളനം കണ്ടിരുന്നത് എപ്പോഴാണ്? പിണറായിയുടെ പത്രസമ്മേളനം കോവിഡ് സമയത്ത്, എല്ലാ പ്രളയ സമയത്ത്, ആ സമയത്ത് കണ്ടിരുന്നു. പിന്നെ പിണറായി മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ പറഞ്ഞ പോലെ ഒരു പ്രകടനാത്മകതയിൽ അങ്ങനെ എടുത്തിരുന്നില്ല. അദ്ദേഹം പക്ഷേ പറയുന്ന കാര്യങ്ങൾ നിൽക്കുന്നു. അപ്പോൾ അത് തന്നെ മതി. ഇന്നത്തെ കാലത്ത് അതൊക്കെ വിമർശനങ്ങൾ ഉന്നയിക്കുക, കുറേ കൂടി പ്രകടനാത്മകത വേണ്ടേ. ഇപ്പോൾ തന്നെ കണ്ടില്ല, ഒരാൾ ഇങ്ങനെ വിളിച്ചിട്ട് ആശംസ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നുള്ളത് മൈക്കിൽ കൂടെ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുമ്പോഴും മമ്മൂട്ടിക്ക് ആശംസ കൊടുക്കുകയാണ്. അപ്പോൾ അത്തരം പ്രകടനാത്മകതകളിലേക്കാണോ നമ്മൾ പോകേണ്ടത്? അത് സത്യസന്ധമായിട്ട് തന്നെയാണ് പോകേണ്ടത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പ്രശ്നം നിങ്ങൾ ഈ പത്രസമ്മേളനങ്ങളിൽ തന്നെ നോക്കൂ. ഇന്നിപ്പോൾ ഇന്ത്യയിലാകെ വലിയ പ്രക്ഷോഭം നടക്കല്ലേ. പക്ഷേ വേടനും അവരെല്ലാം ആ കൊച്ചിയിൽ ഒരു പനമ്പള്ളി നഗർ എന്ന് പറഞ്ഞ വണ്ടിയുടെ മറ്റേ ബസ് റൂട്ടൊന്നും ഇല്ലാത്ത വളരെ ശാന്തമായ സ്ഥലത്ത് വേണം വളരെ കേസ് ചാർജ് ചെയ്തില്ലേ. ഇപ്പോൾ കേരളത്തിൽ പിണറായി ഉള്ളപ്പോഴായിരുന്നു എന്തായിരിക്കും സ്ഥിതി? നിൽക്കാൻ പറ്റുമോ? ഇപ്പോൾ ഹൈക്കോടതി പോയിട്ടില്ലേ, 15 വർഷത്തിനുള്ളിൽ ഇതുപോലെ പോലീസ് കേരളത്തിൽ ഉണ്ടായിട്ടൊന്നും ചോദിച്ചില്ലേ ഡോക്ടർ രാമൻ്റെ പ്രശ്നത്തിൽ? പക്ഷെ അവിടെയും ആഭ്യന്തരമന്ത്രി പറയുന്നത് പഴയ സർക്കാരിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ പരാജയങ്ങളെക്കുറിച്ചാണ്. അതിനാണോ ഇവരെ തിരഞ്ഞെടുത്തത്? ആ സംഭവം വരുന്നത് ഏപ്രിലല്ലേ? ഏപ്രിലാകുമ്പോഴല്ലേ മരണപ്പെടുന്നത്. അപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്തല്ലേ ഇത്? അല്ലെങ്കിൽ തന്നെ ഇവരിത്ര സമയമായില്ലേ? ഞങ്ങൾ ചെയ്യുമ്പോൾ നോക്കിയിരിക്കാനാണ് ഇവർ ആ കസേരയിലിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും കടുത്ത വിമർശനമല്ലേ ഹൈക്കോടതി ചോദിച്ചത്? 15 വർഷത്തിൽ ഞങ്ങളുടെ സമയത്ത് ഇങ്ങനെ നടന്നിട്ടില്ല എന്നുള്ളതല്ലേ അതിനെ വ്യക്തമാക്കുന്നത്. പക്ഷേ എങ്കിലും ഇടതുപക്ഷത്തിൻ്റെ ചില കാര്യങ്ങൾ, അവർക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ കൃത്യമായിട്ട് അപ്പോൾ തന്നെ ആക്ഷേപങ്ങൾക്ക് മറുപടി കൊടുക്കുക, അത് എല്ലാവരിലും എത്തുന്നു എന്ന് ഉറപ്പാക്കുക, ആ ഫൈനൽ പോയിന്റിലേക്ക് എത്താൻ ഇടതുപക്ഷത്തിന് ഒരു പരാജയം സംഭവിച്ചിട്ടില്ല. ഞാനിത് പറയാൻ കാരണം, ഈ ഇലക്ഷൻ സമയത്തും അതിന് മുമ്പുമൊക്കെ ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് വാട്സാപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ പ്രചാരണം ഉണ്ടായിരുന്നതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ 350 കോടി രൂപയുടെ ആസ്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകൾ എല്ലായിടത്തും ഉണ്ട്. ഇത് വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു നടപടി ഉണ്ടായില്ല, അതിനെ കൗണ്ടർ ചെയ്യാൻ നടപടി ഉണ്ടാവുന്നില്ല. പക്ഷേ അതിന് ബദലായിട്ട് ഞാൻ പറയുന്നത്, ഇത്തവണത്തെ പ്രിയദർശിനി പദ്ധതി വരുമ്പോൾ ഇവിടെ സിറ്റി ഫാസ്റ്റ് ഓർഡിനറികൾ സിറ്റി ഫാസ്റ്റുകളാക്കി രാജ്യമാനം മാറ്റുന്നു എന്നൊരു വാർത്ത വന്നപ്പോൾ അടുത്ത നിമിഷം, അടുത്ത രാവിലെ തന്നെ അത് ഇവർ ക്ലാരിഫൈ ചെയ്ത് കൃത്യമായിട്ട് അതിൻ്റെ മോനെ ഓടിച്ചു എന്നാണ് വാസ്തവത്തിൽ. അപ്പോൾ അങ്ങനെ കൃത്യസമയത്ത് കൃത്യ മറുപടി കൊടുക്കുക, അതെല്ലായിടത്തും എത്തുന്നു ഉറപ്പാക്കുക എന്നുള്ള സംവിധാനക്കുറവ് ഇടതുപക്ഷത്തിനുണ്ടായി. അല്ല, പ്രചരണ രീതി ചിലപ്പോൾ പറയുമ്പോൾ ഉണ്ടായിരിക്കും. ഇപ്പോഴത്തെ പ്രശ്നത്തിലുണ്ടെങ്കിൽ നിങ്ങൾ സത്യം പറയണമെന്നൊന്നുമില്ല. ഞങ്ങളിതെല്ലാം ഈ മർമ്മം നോക്കിയിരിക്കുന്നതുകൊണ്ട് കുറച്ച് പ്രശ്നം വരും. ഇത് വസ്തുതയല്ലാണെന്ന് ചിലത് തുറന്ന് കാണിക്കാറുണ്ട്. ഇപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ ശരിയാണ്, ശക്തമായിട്ടുള്ള എത്ര നുണകളാണ് ഞങ്ങൾക്കെതിരെ, ഓരോരുത്തർക്കെതിരെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ സന്ദർഭത്തിൽ നമ്മളൊരു അറസ്റ്റാണെങ്കിൽ അത് ഉടൻ തന്നെ മാധ്യമ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യമായിരിക്കും. ഇപ്പോൾ അറസ്റ്റ് ചെയ്യുമ്പോഴോ അത് ഉദാത്തമായ കർമ്മമായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പത്രക്കാരോട് ചോദിച്ചു, ഈ സുപ്രീം കോടതിയുടെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ തള്ളിയല്ലോ ഡോക്ടർ രാമൻ, അങ്ങോട്ടും അറസ്റ്റ് ചെയ്തില്ലല്ലോ. ഇപ്പം ഞങ്ങളാണ് ഭരിക്കുന്നതെങ്കിൽ എത്ര അവറിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ എത്ര സമയം പോവും? ഇപ്പോൾ നിങ്ങൾ പോലും അറിയുന്നില്ല. ആ രൂപത്തിലാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സമീപനം പൊതുവെ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു നീതിപൂർവമായ സമീപനം ഉണ്ടായിട്ടില്ല എന്നത് ശരിയാണ്. എന്നാൽ നീതിപൂർവമായ സമീപനം ഉണ്ടാകാതിരിക്കുമ്പോൾ അത് മനസ്സിലാക്കി പുതിയ രൂപങ്ങൾ, ഇപ്പോൾ ഇന്നലെ ഹിന്ദുവിൽ വർഗീസ് ജോർജിൻ്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നല്ലോ, ഈ വാട്സപ്പ് ജനറേഷനാണ് ഹിന്ദുത്വ 2 മോഡിയെ അധികാരത്തിൽ കൊണ്ടുപോകുന്നത്, ഇൻസ്റ്റാഗ്രാം ജനറേഷൻ ഇപ്പോൾ ചലഞ്ച് ഉയർത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പ്രയോഗം ഞാൻ ഇന്നലെ വായിക്കുകയുണ്ടായി. അപ്പോൾ അത് ആണ് അത്തരത്തിൽ പുതിയ കാല പ്രചാര രീതികളിൽ ഇപ്പോൾ എന്താ പ്രശ്നം? ഇപ്പോൾ ഈ പറഞ്ഞത് ശരിയാണ്, മുഖ്യമന്ത്രി ഒരു നുണ പറഞ്ഞാലും ആ നുണ ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കും. ഞങ്ങൾ നുണയാണെന്ന് സ്ഥാപിക്കുമ്പോൾ അതേപോലെ അതേ വേഗതയിൽ എത്തണമെന്നില്ല. അപ്പോൾ ഏതാണ് ശരി എന്ന കാര്യത്തിൽ ആളുകൾക്ക് പിന്നെ ഒരു പ്രശ്നം, അധികകാലം അങ്ങനെ നിൽക്കാൻ പറ്റില്ല. നിങ്ങൾക്കിപ്പോൾ തന്നെ ഈ പറയുമ്പോൾ വ്യത്യാസം കാണുന്നില്ലേ?